നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ജയസലിൻ സാർ, എന്റെ നാട്ടിലുള്ള ഒരു KSEBയിലെ ജീവനക്കാരൻ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ വീടിന്റെ മേലെയും സോളാർ വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് അദ്ദേഹത്തോട് ആകസ്മികമായിട്ട് പറഞ്ഞ സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. വൈചേട്ടാ, ഇപ്പോ വെക്കണ്ട, ഒരുപാട് ഭീകരമായിട്ടുള്ള കള്ളക്കളികൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരികയാണ് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ പേരോ മറ്റൊന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ താൽക്കാലികമായിട്ട് അത് നിർത്തിവെച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറ് മറ്റേതോ ഒരു ചാനലിൽ ചെയ്ത സോളാർ വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ വിഷയത്തില് നമ്മുടെ കേരളത്തിലെ KSEBയുടെ കള്ളക്കളികൾ, കാരണം കേന്ദ്രം എത്രത്തോളമാണ് സോളാർ പദ്ധതിയെ അത്ര കണ്ട് പ്രൊമോട്ട് ചെയ്യുന്നതെന്നും അത്ര കണ്ട് വൈദ്യുതി ചെലവ് കുറയ്ക്കാനും എന്നാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആ വിഭവത്തെ ഉപയോഗിക്കാനും വേണ്ടി എത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്നു, അതിനെ ഡീപ്രൊമോട്ട് ചെയ്യാനും അതിലും കള്ളക്കളി കളിച്ചുകൊണ്ട് നാട്ടുകാരെ ശരിയാക്കുക, അതായത് അറക്കുക എന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ള ഈ കേരള സർക്കാരിന്റെ KSEB എന്ന് പറയുന്ന ആ വകുപ്പിന്റെ എങ്ങനെയാണ് സാർ എങ്ങനെയാണ് ഇവരെയൊക്കെ മനുഷ്യ ഗണത്തിൽ കൂട്ടാൻ പറ്റുക സാർ? ഇത്രയ്ക്കും ജനദ്രോഹപരമായിട്ടുള്ള നടപടികൾ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു വിഭവം പോലും മനുഷ്യന് സ്വീകരിച്ച് അതിൽ ചെലവ് കുറച്ചുകൊണ്ട് 10 രൂപ സേവിങ്സിനോ അതല്ലെങ്കിൽ 1 കിലോ അരി വാങ്ങാനോ വേണ്ടി സേവ് ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലേക്ക് മാറുക, ഇത്രയും ക്രൂരത എങ്ങനെയാണ് സാർ ഒരു മനുഷ്യന് ചെയ്യാനാവുക? ബൈജു പറഞ്ഞത് പോരാന്നാണ് എന്റെ തോന്നൽ. കാരണം ഇവരെ വല്ല രാക്ഷസന്മാരുടെയും കൂടെ കൂട്ടിയാൽ രാക്ഷസന്മാര് നമുക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കും. കാരണം ഇവരെ ഒന്നും വിശേഷിപ്പിക്കാൻ പറ്റിയ വാചകങ്ങളും വാക്കൊന്നും ഒരു ഡിക്ഷണറിയിലും ഇല്ല. ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ കേരളത്തിന്റെ വൈദ്യുതിയെ കുറിച്ച് ഞാൻ പറയാം. കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കേരള ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഉൽപ്പാദിപ്പിക്കുന്നത് പച്ചവെള്ളത്തിൽ നിന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 44 നദികളുണ്ട്, ഇഷ്ടം പോലെ മഴയുണ്ട്, വെള്ളമുണ്ട്. പക്ഷേ ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് ഒന്ന് നോക്കാം. കേരളത്തിൽ അനുമതി ലഭിച്ചിട്ടും പണി പൂർത്തിയാകാതെ കിടക്കുന്ന 128 ജലവൈദ്യുത പദ്ധതികൾ ഉണ്ട്. അതിൽ 36 വൻകിട ജലവൈദ്യുത പദ്ധതികളും ബാക്കിയുള്ളവ ചെറുകിട ജലവൈദ്യുത പദ്ധതികളുമാണ്. ഇതുകൂടാതെ കേരളത്തിൽ സ്വകാര്യ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, കമ്പനികൾ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള വൈദ്യുതി ഉണ്ടാക്കിക്കൊള്ളാം, അനുമതി ഒന്ന് തന്നാൽ മതി, തടയാതിരുന്നാൽ മതി. അതായത് ചില എസ്റ്റേറ്റുകൾ, ഇപ്പൊ തേയില എസ്റ്റേറ്റുകൾ, ഏലം എസ്റ്റേറ്റുകൾ, കാപ്പി, കുരുമുളക് എസ്റ്റേറ്റുകളിലൊക്കെ ഒഴുകുന്ന കുത്തനെ വീഴുന്ന വെള്ളച്ചാട്ടങ്ങളുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾ ടർബൈൻ കറക്കിക്കോളാം, ഞങ്ങൾ വൈദ്യുതി ഉണ്ടാക്കിക്കോളാം, നിങ്ങൾ ദയവ് ചെയ്ത് ശല്യം ഉണ്ടാക്കാൻ ഇങ്ങനെ വരാതിരുന്നാൽ മതി, എന്നിട്ട് മിച്ചമുള്ള വൈദ്യുതി വേണം സർക്കാരിനും തരാം. പക്ഷെ അനുമതി കൊടുക്കില്ല. 128 ജലവൈദ്യുത പദ്ധതികൾ അനുമതി കാത്തു കിടക്കുകയാണ്. ആരുടെ അനുമതിയാ? കേന്ദ്ര അനുമതി കൊടുത്തു, നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു, പക്ഷെ സംസ്ഥാനം സമ്മതിക്കില്ല. ഇതാണ് ഒരു പ്രശ്നം. എന്നിട്ട് എന്താ ചെയ്യുന്നത്? 15,000 കോടി രൂപയിലധികം രൂപ ഓരോ വർഷവും കുത്തക മുതലാളിമാർക്ക് എണ്ണിക്കൊടുത്തിട്ടാണ് നമ്മൾ വൈദ്യുതി മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. ടാറ്റായ്ക്കെതിരെ ഭയങ്കര സമരമാണ്, അദാനിക്കെതിരെ ഭയങ്കര സമരമാണ്. ഈ ടാറ്റായോടും അദാനിയോടുമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ വൈദ്യുതി വാങ്ങുന്നത്. വേറെ പലരും ഉണ്ട്, റിലയൻസിനോട് മേടിക്കുന്നുണ്ട്, പലരോടും മേടിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ മേടിക്കുന്ന വൈദ്യുതി ഇല്ലായ്മ ചെയ്തുകൊണ്ട് സ്വന്തമായി വൈദ്യുതി ഉണ്ടാക്കാനുള്ള ചാൻസ് ആണ് 128 ജലവൈദ്യുത പദ്ധതികൾ. ആ 128 മുടങ്ങിക്കിടക്കാണ്. നിലവിൽ സ്ഥാപിച്ചിരിക്കുന്ന ജലവൈദ്യുത നിലയങ്ങളുടെ മുഴുവൻ ശേഷിയും ഉപയോഗിക്കുന്നില്ല. പലതും കേടാക്കിയിട്ടിട്ട് അവിടെ വൈദ്യുതി ക്ഷാമം കൃത്രിമമായി സൃഷ്ടിക്കുകയാണ്. ഇതിന്റെ ഒക്കെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്വകാര്യ കുത്തക മുതലാളിമാരിൽ നിന്ന് വൈദ്യുതി വലിയ വില കൊടുത്ത് മേടിക്കണം. എന്നാൽ ചെറിയ വില കൊടുത്ത് മേടിക്കാനുള്ള എഗ്രിമെന്റ് വെക്കാൻ മുതലാളിമാർ തയ്യാറാണെങ്കിൽ അത് പറ്റിയല്ല, അത് വലിയ വില കൊടുത്ത് തന്നെ തന്നാൽ മതി. കേരളത്തില് അങ്ങനെ ഒരു പ്രതിഭാസവും കൂടിയുണ്ട്. അപ്പോൾ ഇതിന്റെ പിറകിലുള്ള കളികൾ എന്താണ്? ഇത് നാട്ടുകാരെ അറിയേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഈ വിഷയം പറഞ്ഞത്. അതായത് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത് കേരളത്തിലെ പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ ഒന്നും കൺട്രോളിലുള്ള സാധനമല്ല. അത് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത് മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളാണ് പിണറായി സർക്കാരിനെ നിയന്ത്രിക്കുന്നത്. പിണറായിയെ കൊണ്ട് ഭരിപ്പിക്കുകയാണ്, അല്ലാതെ രക്ഷയില്ല. അതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു യൂണിയനാണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ യൂണിയൻ. ഇതുപോലെ പല യൂണിയനുകളുമുണ്ട്. അപ്പോൾ CITU നേതൃത്വം കൊടുക്കുന്ന, അതായത് CITUവിലേക്ക് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന നിരവധി യൂണിയനുകളുടെ വലിയ നെറ്റ്വർക്ക് ഉണ്ട്. അതിൽ അധ്യാപക യൂണിയൻ ഉണ്ട്, അതിൽ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ യൂണിയൻ ഉണ്ട്. അങ്ങനെ നിരവധി യൂണിയനുകളുണ്ട്. ഈ യൂണിയനുകൾക്ക് ഒക്കെ അകത്ത് നടക്കുന്ന വേറെ ഒത്തിരി ബിസിനസ് ഉണ്ട്. ഞാൻ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് വിട്ടുപോവുകയല്ല, ഇതും കൂടെ പറഞ്ഞില്ലെങ്കിൽ ഇതിന്റെ അർത്ഥം മനസ്സിലാവില്ല. അതുകൊണ്ട്
പിണറായി വിജയന്റെ മൂക്കിന് താഴെ ഇരിക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഹജൂർ കച്ചേരി എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 4000 ജീവനക്കാരുള്ളതിൽ 1/4 പേരും താൽക്കാലിക ജീവനക്കാരാണ്. PSC എഴുതിയിട്ടില്ല, ടെസ്റ്റ് പാസ്സായിട്ടില്ല, വിദ്യാഭ്യാസ യോഗ്യതയില്ല. ആകെയുള്ള യോഗ്യത മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് തുണ്ടുകടലാസെ കുറിച്ചു കൊടുത്ത് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് വന്ന് നേരെ സെക്രട്ടേറിയറ്റിൽ കയറിയിരിക്കുന്ന 1/4 ആൾക്കാരുണ്ട്. ഇത് കേരളത്തിലെ PSC നിയമനത്തെ മരവിപ്പിച്ച് നിർത്തിയിട്ട് PSCക്ക് ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇന്ന് കേരളത്തിൽ പണിയെടുക്കുന്ന 5 ലക്ഷത്തോളം സംസ്ഥാന സർക്കാർ ജീവനക്കാരുണ്ട്. അതിൽ നേരെ പകുതി എന്ന് പറയുന്നത് ഇവിടുത്തെ സർക്കാർ ജീവനക്കാര്, അതിന്റെ മറ്റു പകുതി എന്ന് പറയുന്നത് എയ്ഡഡ് സ്കൂളുകളുടെയും കോളേജുകളുടെയും ജീവനക്കാരും. അപ്പൊ എയ്ഡഡ് സ്കൂള്, എയ്ഡഡ് കോളേജ് ജീവനക്കാരും സർക്കാർ ജീവനക്കാരും കൂടെ ചേർന്നാൽ 5 ലക്ഷം പേര് വരും. ഇതിൽ സർക്കാർ ജീവനക്കാരെന്ന് പറയുന്ന 2.5 ലക്ഷം 2.25 ലക്ഷം വരുന്ന ജീവനക്കാരിൽ 1/3 എന്ന് പറയുന്നത് 3/1 60% എന്ന് പറയുമ്പോൾ പകുതിയിൽ 60% എന്ന് പറയുന്നത് പിൻവാതിൽ നിയമനമാണ്. ഈ പിൻവാതിൽ നിയമനത്തിന് ഇവരൊരു പേര് മാറ്റിയിട്ടിട്ടുണ്ട്, ജനത്തെ പൊട്ടനാക്കാൻ വേണ്ടിയാണ്. പിൻവാതിൽ നിയമനത്തിന് പകരം പറയുന്നത് താൽക്കാലിക നിയമനം. ഈ താൽക്കാലിക നിയമനത്തിന് ജാതി സംവരണം വേണ്ട, മതസംവരണം വേണ്ട, മാർക്ക് വേണ്ട, ടെസ്റ്റ് വേണ്ട, PSC വേണ്ട, ഒരു ചുക്കും വേണ്ട. നേരത്തെ പറഞ്ഞ പോലെ CPIM ഓഫീസിൽ നിന്ന് തുണ്ടുകടലാസ് കൊടുത്ത് വിട്ടാൽ മതി, വിളിച്ചു പറഞ്ഞാൽ മതി. അങ്ങനെ 60% പേര് സർക്കാരിന്റെ ജോലി ശമ്പളം മേടിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യും? 5 കൊല്ലം കഴിയുമ്പോൾ മുതൽ ഇവന് യൂണിയൻ ഉണ്ടാക്കി സമരം ചെയ്തോളാൻ പറയും. ആര് പറയും? ഇവൻ തന്നെ പറയുവാണ്. ആരാണോ ഇവരെ അവിടെ കയറ്റത്, എന്നിട്ട് അവർക്ക് യൂണിയൻ ഉണ്ടാക്കി കൊടുത്ത് അവരെ കൊണ്ട് സമരം ചെയ്യിച്ച് 5 കൊല്ലം നടത്തിക്കും. അങ്ങനെ 5 കൊല്ലം സമരം നടത്തുന്നവരെ ഇവൻ പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുക, വോട്ട് ചെയ്യുക, തല്ലുക, വെട്ടുക, കുത്തുക, എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് 10 വർഷത്തിനും 15 വർഷത്തിനിടയ്ക്ക് ഇവരെ അങ്ങോട്ട് സ്ഥിരമായിട്ട് നിയമിക്കും. കഴിഞ്ഞ കേരള ബജറ്റ് പ്രസംഗത്തിനിടയിൽ ധനകാര്യമന്ത്രി പറഞ്ഞു 8468 പേരെ സ്ഥിരപ്പെടുത്തി, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തി. ബജറ്റ് പ്രസംഗം എടുത്ത് നോക്കണം, ഇത് ശരിയാണോ അല്ലയോ എന്ന്. ഞാൻ പറയുന്നത് കള്ളമാണെന്നറിയാം, ബജറ്റ് പ്രസംഗത്തിൽ കിടപ്പുണ്ട്. അപ്പോ 8000-ലധികം ആൾക്കാര് യാതൊരു യോഗ്യതയുമില്ലാതെ സർക്കാർ സർവീസിൽ സ്ഥിരപ്പെട്ടു. അതിന്റെ കാരണം എന്താണ്? പിൻവാതിൽ നിയമനം, പാർട്ടി നിയമനം. ഞാൻ ഇത്രയും പശ്ചാത്തലം പറഞ്ഞത് ഖജനാവിലേക്ക് പോകുന്ന പണത്തിന്റെ മഹാഭൂരിപക്ഷവും ശമ്പളം ആയി അല്ലെങ്കിൽ പെൻഷനായി പോകുന്നുവെങ്കിൽ അത് പാർട്ടി അണികളിലേക്ക്, പാർട്ടി അടിമകളിലെ തീറ്റി പോറ്റാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളല്ല, ഡിപ്പാർട്ട്മെന്റുകൾ, സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ പാർട്ടി വൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും ഇതുണ്ട്. ഒരു എക്സാമ്പിൾ മാത്രമാണ് ഈ പറയുന്ന ഇലക്ട്രിസിറ്റി ബോർഡ്. എന്നിട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിലെ ഒരു ആളിനെ കാണാൻ വീട്ടിൽ പോവുകയാണ്. ആ വീട്ടിൽ പോകുമ്പോൾ വഴി കടന്നു പോകത്തില്ല, വഴിയിൽ മുഴുവൻ മുള്ളു പതറിയിരിക്കും. കാരണം എന്റെ വണ്ടി ഓടിച്ചിരുന്ന ആള് പറഞ്ഞു, സാറേ ഇതിലെ കാറ് പോകത്തില്ല, പഞ്ചറാവും. എന്താ കാര്യം? കല്ലൻ ഇല്ലി എന്ന് പറയുന്ന ഒരു മുളയുണ്ട്, അത് മുഴുവൻ മുള്ളാണ്. ഈ മുള്ളു മുഴുവൻ മുറിച്ച് റോഡിലിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വണ്ടി കടന്നു പോയാൽ പഞ്ചറാവും. ഞാൻ ചോദിച്ചു എന്താ സംഭവം? ഇലക്ട്രിസിറ്റി ബോർഡുകാരെ ഏരം വെട്ടിയതാണ്. ഇലക്ട്രിസിറ്റി ബോർഡുകാരനല്ല ഏരം വെട്ടുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡിൽ ഏരം വെട്ടാൻ വേണ്ടി, ശിഖരം വെട്ടാൻ വേണ്ടി ആളെ വെച്ചിട്ടുണ്ട്. അവനത് സബ് കോൺട്രാക്ട് കൊടുക്കും. സബ് കോൺട്രാക്ട് കൊടുക്കുന്നിടത്ത് പിന്നെ കീഴ് കോൺട്രാക്ട് കൊടുക്കും. ഇങ്ങനെ കൊടുത്ത് താഴെയുള്ള ഏതോ ഒരുത്തൻ ചെയ്ത പണിയാണ് ഈ സാമൂഹ്യ വിരുദ്ധത. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാര് പണിയെടുക്കാതെ കോൺട്രാക്ട് കൊടുത്ത്, അവൻ കോൺട്രാക്ട് കൊടുത്ത്, നാടൻ ഭാഷയിൽ പറഞ്ഞ ഇലനക്കിപ്പട്ടിയുടെ കിറുനക്കിപ്പട്ടി എന്നൊക്കെ പറഞ്ഞാലേ മനുഷ്യൻ ഇത് മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള പണിയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്യുന്നത്. നാട്ടുകാരെ കാണിക്കുന്നത് ദ്രോഹം. എന്നിട്ട് ഈ പറയുന്ന ട്രേഡ് യൂണിയനുകൾ, ഇലക്ട്രിസിറ്റി ബോർഡിലെ ട്രേഡ് യൂണിയനുകൾ ബഹുരാഷ്ട്ര കുത്തകകളെന്നും മുത്തക മുതലാളിത്തമെന്നും ബൂർഷ്വ എന്നൊക്കെ പറയുന്ന ടാറ്റയോടും അദാനിയോടും ഈ ഇലക്ട്രിസിറ്റി വാങ്ങിക്കാൻ വേണ്ടി അവര് നിലപാടെടുത്തിരിക്കുകയാണ്. അവർ പറയുന്നു സോളാർ വേണ്ട, സോളാർ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാരം കൂടുതലാണ്. എന്ത് ഭാരമാണ് കൂടുതൽ എന്നുള്ളത് മറ്റ് സംസ്ഥാനത്തേക്ക് നോക്കിയിട്ട് വേണ്ട പറയാൻ. മറ്റ് സംസ്ഥാനങ്ങൾ, കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങൾ, നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാടുണ്ട്. തമിഴ്നാട് ഭരിക്കുന്ന BJP അല്ല. കർണാടക ഉണ്ട്, കർണാടക ഭരിക്കുന്ന BJP അല്ല. അവിടെയൊക്കെ കോൺഗ്രസും സഖ്യകക്ഷികളാണ് ഭരിക്കുന്നത്. അവരൊക്കെ ഇഷ്ടം പോലെ സോളാർ ഉണ്ടാക്കുന്നുണ്ട്. ആ സോളാർ ഉൽപ്പാദിപ്പിക്കുന്നവർ തന്നെ സർക്കാരിന് കൊടുക്കുന്നുണ്ട്. ഈ സംവിധാനങ്ങളെല്ലാം സുഗമമായിട്ട് ഇന്ത്യ മുഴുവൻ നടക്കുമോ, കേരളത്തിൽ മാത്രം ഇത് നടക്കില്ല എന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാര് എന്ന് പറഞ്ഞ യൂണിയനുകൾ തീരുമാനിച്ചു. അതുകൊണ്ട് ഈ പരിപാടി ഇവിടെ വേണ്ട.
എന്നിട്ട് നമുക്ക് ടാറ്റയോട് മേടിക്കാം, അദാനിയോട് മേടിക്കാം, അല്ലെങ്കിൽ റിലയൻസിനോട് മേടിക്കാം. അപ്പൊ അദാനിയോടും അംബാനിയോടും ടാറ്റയോടും മേടിച്ചേ പറ്റൂ എന്ന നിർബന്ധം സത്യത്തിൽ പിണറായി വിജയൻ അല്ല ഉള്ളത്, ഇവിടുത്തെ ട്രേഡ് യൂണിയനുകൾക്കാണ്. ഈ ട്രേഡ് യൂണിയനുകളും ഈ പറയുന്ന കുത്തക മുതലാളിമാരും തമ്മിലുള്ള അവിശുദ്ധമായ ബന്ധവും ആ രീതിയിൽ അവർക്ക് വന്നുകൊണ്ടിരിക്കുന്ന കോടാനുകോടി രൂപയുമാണ് ഈ പറയുന്ന സോളാറിനെ അട്ടിമറിക്കുന്നത്. കാരണം സോളാർ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞത് ഒരു വർഷത്തിനിടയിൽ 2.5 ലക്ഷം പേരാണ് കേരളത്തിൽ പുരപ്പുറത്ത് സോളാർ വെച്ചത്. 2.5 ലക്ഷം ഒറ്റ വർഷം. കേന്ദ്ര ഗവൺമെന്റ് പ്രോജക്റ്റ് ആണ്. ആ കേന്ദ്ര ഗവൺമെന്റ് പ്രോജക്റ്റിന് വൻതോതിലുള്ള സബ്സിഡി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ആ സബ്സിഡിക്ക് പുറമെയാണ് തമിഴ്നാട് ഗവൺമെന്റ് കേന്ദ്ര സബ്സിഡിയുടെ പുറമെ പിന്നെ ഒരു 30,000 രൂപയുടെ കൊടുക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര സബ്സിഡിയുടെ പകുതിയോ അതിൽ കൂടുതലോ സംസ്ഥാന സബ്സിഡിയും കൂടെ കൊടുത്തുകൊണ്ടാണ് കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ ഈ പുരപ്പുറ സോളാർ വൈദ്യുത പദ്ധതി വിജയിപ്പിക്കുന്നത്. അതുകൊണ്ടുള്ള വലിയൊരു ഗുണം, മറ്റ് ഗ്രിഡുകളിൽ നിന്ന്, സ്വകാര്യ കമ്പനികളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വിലവർധന, അവിടെ ഉണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ, ഇതൊന്നും ഇതിനെ ബാധിക്കില്ല, സ്വയം പര്യാപ്തമാണ്. പക്ഷേ ഇവിടെ കച്ചവടക്കാരൻ, ഇതിന്റെ പുറകെ നിൽക്കുന്ന വമ്പൻ മാഫിയയ്ക്ക് പറ്റുന്ന ഒരു കുഴപ്പം എന്താണെന്നറിയാമോ? 2.5 ലക്ഷം പുരപ്പുറ സോളാറുകാരോട് വീടാന്തരം നടന്ന് കൈക്കൂലി പിരിക്കാൻ പറ്റുമോ? നടക്കുന്ന കാര്യമല്ല. ഈ 2.5 ലക്ഷം എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന നിയമം അനുസരിച്ച് ഇതൊക്കെ നടപ്പാക്കുകയാണെങ്കിൽ 2.5 കോടിയാവും. ഒരു 2-4 വർഷം കൊണ്ട് 2 ലക്ഷം എന്നുള്ളത് 2.5 കോടിയാവും കേരളത്തിൽ. എന്ന് പറഞ്ഞാൽ സകല വീടിന്റെ മുകളിൽ, സകല കെട്ടിടത്തിന്റെ മുകളിൽ സോളാർ വെക്കും. മനുഷ്യൻ സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. കേരളത്തിന്റെ വൈദ്യുതി ക്ഷാമം തീരും. മിച്ചമുള്ളത് വേണേ അടുത്ത സംസ്ഥാനത്തിന് കൊടുക്കാനും കൂടെ പറ്റും. പക്ഷെ സമ്മതിക്കില്ലാത്തത് ഇവിടുത്തെ ഈ മാഫിയയാണ്. ആ മാഫിയയുടെ ഉദ്ദേശം എന്നും നഷ്ടത്തിൽ കിടക്കുന്ന KSEBയെ നഷ്ടത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇന്ന് 15,000 കോടി രൂപയ്ക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലത്ത് 25,000 കോടി രൂപയ്ക്ക് ആക്കണം. അപ്പൊ 25,000 കോടി രൂപയുടെ കമ്മീഷനാണ് കിട്ടാൻ പോകുന്നത്. ഈ കമ്മീഷൻ അടിക്കാൻ വേണ്ടിയുള്ള കോടിക്കണക്കിന് രൂപയുടെ വമ്പൻ തട്ടിപ്പാണ് സാധാരണ പൊതുജനത്തിന്റെ മേൽ കെട്ടിവെക്കാൻ പോകുന്നത്. ഇപ്പൊ പറയുന്നത് എന്താ? ഇപ്പോ ഈ പുരപ്പുറ സോളാർ വെക്കാത്തവർ 19 പൈസ യൂണിറ്റിന് അധികം അടയ്ക്കണം. ഏത് വെച്ചവൻ അടയ്ക്കുന്നതല്ല, വെക്കാത്തവൻ. അപ്പൊ ഇതിന്റെ യുക്തി എന്താന്ന് ചോദിച്ചോ പറഞ്ഞു, ഈ പുരപ്പുറ സോളാർ വെക്കുന്നവരുണ്ടാക്കുന്ന വൈദ്യുതി ശേഖരിക്കാനും വിതരണം ചെയ്യാനും വേണ്ടിയുള്ള സംവിധാനം KSEB ഏർപ്പെടുത്തുന്നത് കൊണ്ടുള്ള അധിക ചെലവ് കേരളത്തിലെ മുഴുവൻ ഉപഭോക്താക്കളും കൂടി വീതിച്ചെടുക്കണം. ഇതൊക്കെ കേട്ടാ ചിരിക്കണോ കരയണോ അതോ ദേഷ്യപ്പെടണോ എന്ന് നമുക്ക് സംശയം വരും. വട്ടായി പോകും. എന്തൊരു യുക്തിയാണ് KSEB പറയുന്നതെന്ന് അറിയോ? എന്നിട്ട് 19 പൈസ യൂണിറ്റിന് കൂട്ടുകയാണ്. അപ്പോ ഇത് ഒന്നുകിൽ പുരപ്പുറ സോളാർ വെക്കുന്ന ആ ആളിന് ശരിക്കും പറഞ്ഞാൽ പൈസ കൃത്യമായിട്ട് കൊടുക്കണം. എത്രയാണ് പൈസ? നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ, പുരപ്പുറത്ത് സോളാർ ഉണ്ടാക്കി സർക്കാരിന് കൊടുക്കുമ്പോൾ ഈ പുരപ്പുറത്ത് ഇത് ലക്ഷക്കണക്കിന് രൂപ, ഒരു 3.5 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം വരെ, കുറച്ചുകൂടി നന്നായിട്ട് ചെയ്താൽ ഒരു 8 ലക്ഷം മുതൽ 10 ലക്ഷം വരെ കയ്യിൽ നിന്ന് മുടക്കിയിട്ടാണ് ഓരോ വ്യക്തിയും പുരപ്പുറത്ത് സോളാർ വെക്കുന്നത്. അതിന് 1.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെ കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി ഉണ്ട്. ആ സബ്സിഡിയും കഴിഞ്ഞിട്ടുള്ള തുക കൊണ്ട് ഒരു 6-7 ലക്ഷം അല്ലെ 3 ലക്ഷം 4 ലക്ഷം കൊണ്ട് എല്ലാവർക്കും ചെയ്യാം. അങ്ങനെ ചെയ്ത് വെക്കുന്ന ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് ഈ വൈദ്യുതി കേരള സർക്കാരിന് കൊടുക്കുമ്പോൾ സർക്കാർ ഉപഭോക്താവിന് കൊടുക്കുന്ന എത്രയാണെന്നറിയാമോ? 2 രൂപ യൂണിറ്റിന്. 2 രൂപ അല്പം ചില്ലറ പൈസയും കൂടെ. എന്നാൽ തിരിച്ച് നമ്മൾ കേരള ഗവൺമെന്റിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് കൊടുത്ത വൈദ്യുതി തിരിച്ചിങ്ങോട്ട് മേടിക്കുമ്പോൾ, അതാണ് അതിനകത്തെ തമാശ, 8 രൂപ എന്ന് പറഞ്ഞാൽ 4 ഇരട്ടി. അത് മേടിക്കുന്ന സമയത്തിന്റെ കണക്കാക്കിയിട്ടാണ്. ഇപ്പം ഉച്ചയ്ക്കാണ് നമ്മൾ ഇത് എടുക്കുന്നതെങ്കിൽ അത് 7 രൂപയേ ഉള്ളൂ. വൈകുന്നേരം സന്ധ്യയ്ക്ക് അതിന് ശേഷമാണെങ്കിൽ 8 രൂപ 20 പൈസയാണ്. ശരാശരി കൂട്ടിയാൽ 8 രൂപ എന്ന് കൂട്ടാം. അപ്പൊ 2 രൂപയ്ക്ക് അങ്ങോട്ട് കൊടുക്കുന്ന, ഏത് സ്വന്തം പുരപ്പുറത്ത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി സോളാർ വെച്ച് ഉൽപ്പാദിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കുന്ന വൈദ്യുതിക്ക് 2 രൂപ. ആ വൈദ്യുതി രാത്രിയാകുമ്പോഴോ അല്ലെങ്കിൽ പിന്നീട് ഒരു സമയത്തോ തിരിച്ചു മേടിക്കുമ്പോൾ, ഞാൻ കൊടുത്ത സാധനം തിരിച്ചു മേടിക്കുമ്പോൾ 8 രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന 1 യൂണിറ്റ് വൈദ്യുതിക്ക് ഞാൻ 6 രൂപ പിഴ അടയ്ക്കണം. ഇത് വെള്ളരിക്കാപ്പട്ടണമെന്നൊന്നും പറഞ്ഞാൽ പോരാ, വേറെ എന്തെങ്കിലും വാക്ക് കണ്ടുപിടിക്കണം. ഇത്രയും പച്ചയായ യാഥാർത്ഥ്യം കേരളത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് പറയാണ് ഇനിയും കൂട്ടണം. പുരപ്പുര സോളാർ പരിപാടി നിർത്തണം. ഇതിന്റെ പിന്നിലുള്ള താല്പര്യമാണ് ഞാൻ പറഞ്ഞത്.
അദാനിയോട്, അംബാനിയോട്, ടാറ്റയോട്, അങ്ങനെയുള്ള വമ്പൻ കമ്പനികളോട് രഹസ്യ ഇടപാട് നടത്തി. അവര് ബിസിനസ്സുകാരാണ്, അവര് സ്വകാര്യ മേഖലയാണ്, അവര് കുത്തകയാണ്, ആയിക്കോട്ടെ. അതുകൊണ്ട് അവര് ബിസിനസ് നടത്തും. ബിസിനസ് നടത്തുമ്പോൾ അതിന് കമ്മീഷനും ഉണ്ട്, ലാഭമുണ്ട്, എല്ലാം ഉണ്ട്. അത് അവർ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഇത് സർക്കാർ ഖജനാവിലേക്ക് അടയ്ക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇപ്പൊ സർക്കാർ വൈദ്യുതി മേടിക്കുന്നു, കമ്മീഷൻ കിട്ടുന്നു, ആയിക്കോട്ടെ. ആ കമ്മീഷൻ കിട്ടുന്നത് സർക്കാരിന്റെ ഖജനാവിലേക്ക് അടയ്ക്കാൻ തയ്യാറുണ്ടോ? 1000 ബസ്സുകൾ ഒന്നിച്ച് മേടിക്കുന്നു. നമുക്കറിയാമല്ലോ, KSRTC 1000 ബസ് മേടിക്കുന്നു എന്ന് പറയും. 1000 ബസ് മേടിക്കുമ്പോൾ കമ്മീഷനായിട്ട് കിട്ടുന്ന ബസ് എത്രയാണ്? എനിക്കറിയത്തില്ല, എനിക്ക് ബസ് കച്ചവടമില്ല. എങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളത് 1000 ബസ് മേടിക്കുമ്പോൾ 100 ബസ്സോ 50 ബസ്സോ ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. എന്നാൽ ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ആർക്കാണ്? അത് KSRTCക്ക് അല്ല കിട്ടുന്നത്. ആരാണോ കച്ചവടം ഉറപ്പിച്ചത് അവനാണ് കിട്ടുന്നത്. അവൻ ഈ ബസ് ഓടിക്കാൻ പറ്റിയല്ലോ, ചിലരൊക്കെ കുറേശ്ശൊക്കെ ഓടിക്കും, ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? ഈ ബസ് മറിച്ച് വിറ്റ് കാശാക്കും എന്ന് പറയുന്ന പോലെ ആരും അറിയാതെ ഈ 15,000 കോടി രൂപയുടെ വൈദ്യുതി വാങ്ങിക്കുമ്പോൾ എത്ര 1000 കോടി രൂപ അല്ലെങ്കിൽ എത്ര 100 കോടി രൂപ ഈ കച്ചവടത്തിന്റെ ഇടനില നിൽക്കുന്നവൻ ഉണ്ടാക്കുന്നുണ്ട്. ആരാണ് ഇടനിലക്കാരൻ? ഇത് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുക ഇതിന്റെ പിന്നിൽ KSEB എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇതിന്റെ ഇടനിലക്കാരൻ. ആ KSEB എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ആർക്കാണ് ഈ പണം കിട്ടുന്നത് എന്നുള്ളത് KSEBക്ക് അകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം. മിണ്ടുകല. ഓരോ KSEB ജീവനക്കാരനോട് ചോദിച്ചാൽ അവർക്കറിയാം ആർക്കാണ് ഈ കോടാനുകോടികൾ കിട്ടുന്നതെന്ന്. പക്ഷെ നമ്മളോട് പറയല. ഇതല്ലേ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം? ഈ യാഥാർത്ഥ്യത്തെ പച്ചയായിട്ട് ചർച്ച ചെയ്യാൻ എന്താ നിയമസഭ കൂടാത്തത്? നിയമസഭയിലെ പ്രതിപക്ഷം എന്താ ഇത് മിണ്ടാത്തത്? കാരണം മിണ്ടാതിരിക്കാൻ പ്രതിപക്ഷത്തിനും കൊടുത്തിട്ടുണ്ട്. അതാണ്. അപ്പോ പ്രതിപക്ഷവും മിണ്ടുകല, ഭരണപക്ഷവും മിണ്ടുകല. എന്താ ഇവിടുത്തെ വലിയ ചാനൽ വിദഗ്ധന്മാരുണ്ടല്ലോ, എല്ലാവരും നിർത്തി പൊരിക്കുന്ന പാർട്ടികൾ, എന്താ KSEBയെ പൊരിക്കാത്തത്? പൊരിക്കാതിരിക്കാൻ അവന്റെ വായിൽ തിരികിയിട്ടുണ്ട് പഴം, അത് KSEB കൊടുത്തിട്ടുണ്ട്. മിണ്ടുകല, മുട്ടയിട്ട് പോവുകയുള്ളൂ, ഒന്നും മിണ്ടുകല, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് കേരളത്തിൽ നടക്കുന്ന പകൽക്കൊള്ള. ഇതിന് കൊള്ളാന്നുള്ള വാക്കൊന്നും ഉപയോഗിച്ചാൽ പോരാ, തീവട്ടിക്കൊള്ള, അതിനത് വാക്കൊന്നുമില്ല. അപ്പൊ ആ തരത്തിലുള്ള ഭീകരത, ആ ഭീകരതയാണ് കേരളത്തിൽ ഇലക്ട്രിസിറ്റി മേഖലയിൽ നടക്കുന്നത്. ഇവിടെ ജനങ്ങൾ ഇതൊന്നും മനസ്സിലാക്കുക, എന്നിട്ട് അതിശക്തമായിട്ട് ഗവൺമെന്റിനെതിരെ തിരിച്ചടിക്കുക അല്ലാതെ ഇതിന് മാർഗമില്ല. ഞാൻ കേരളത്തിലെ ജനതയോട് പറയുന്നത്, ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണ്ട. ഞാൻ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിരന്തരം പറയുന്ന ആളാണ്. ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, ആ മൊബൈലിൽ ഒന്ന് അടിച്ചു നോക്ക്. തമിഴ്നാട്ടിൽ ഇത് എങ്ങനെയാണ്, കർണാടകത്തിൽ എങ്ങനെയാണ്, ഗുജറാത്തിൽ എങ്ങനെയാണ്, മധ്യപ്രദേശ്, UP, ബീഹാർ അടിച്ചു നോക്ക്. ഇന്ത്യയിലെ ബാക്കി ഭാഗത്ത് എങ്ങനെയാണ് നടക്കുന്നത്. എന്നിട്ട് ഞാൻ പറയുന്നത് വിശ്വസിച്ചാൽ മതി. എന്നിട്ടെങ്കിലും ഒന്ന് പ്രതികരിക്കണം എന്നാണ് എനിക്ക് കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോടുള്ള അഭ്യർത്ഥന. എനിക്ക് ബൈജുവിനോടുള്ള വലിയ ബഹുമാനം. ബൈജു പെട്ടെന്ന് തന്നെ വിളിച്ചത്. ഞാൻ ബൈജുവിനോടല്ല സംസാരിക്കുന്നത്, ഞാൻ ഇത് കേൾക്കുന്ന പ്രേക്ഷകരോടെ സംസാരിക്കുന്നത്. ബൈജു എന്നെ അങ്ങനെ ശല്യപ്പെടുത്താറില്ല. ബൈജു എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് പറയാണ്, സാർ ഈ ഒരു വിഷയം ഒന്ന് പറയണം എന്ന് പറഞ്ഞപ്പോ എന്റെ എല്ലാ പരിപാടിയും മാറ്റിവെച്ചിട്ട് ബൈജു എപ്പോഴാ വേണ്ടതെന്ന് ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ ഇരിക്കാൻ തയ്യാറാ, ഞാൻ ഇപ്പൊ റെഡിയാന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് പറയുന്നത്. ഞാനിത് കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് എനിക്ക് എപ്പോ ചോദിച്ചാലും ഇത് പറയാനറിയാം. ഇനി ഇതിന്റെ കൂടുതൽ കണക്ക് വേണമെങ്കിൽ ബൈജു അനുവദിക്കുമെങ്കിൽ ഞാൻ പിന്നെ ഇതിന്റെ കണക്കെല്ലാം കൂടെ അത് ബോറടിക്കും. ഈ 122 ജലവൈദ്യുത പദ്ധതിയുടെ പേരെന്റെ കയ്യിലുണ്ട്. ഈ 122 ജലവൈദ്യുത പദ്ധതിയിൽ ഓരോ പദ്ധതിയിലും ഉണ്ടാക്കാൻ പോകുന്ന വൈദ്യുതിയുടെ കണക്കെന്റെ കയ്യിലുണ്ട്. ഇതിന്റെ മുഴുവൻ ഫുൾ ഡീറ്റെയിൽസും ഡാറ്റയും തരാൻ തയ്യാറാണ്. വേണമെങ്കിൽ ബൈജു സമ്മതിക്കുമെങ്കിൽ നമുക്കിത് വേണേ ഒരു പരമ്പര ചെയ്യാൻ മാത്രമുണ്ട്. ചെയ്യണം സാർ. കാരണം അത് അറിയാൻ കൗതുകമുള്ള ആഗ്രഹമുള്ള ഒരുപാട് മാന്യ പ്രേക്ഷകരുണ്ട് സാർ. ഇതിലെ പ്രബുദ്ധൻ എന്ന് സ്വയം വിളിക്കുന്ന ആളുകളാണല്ലോ സാർ. ഇപ്പൊ ഈ കൊടുത്ത ഉപദേശം അവർക്ക് ഏൽക്കാൻ പോണില്ല, കാരണം അവരെല്ലാത്തിലും പ്രബുദ്ധരാണ്. എന്നാൽ 1 കിലോ അരിക്കുന്ന 10-60 രൂപ കൊടുക്കണം എന്നുള്ള പ്രബുദ്ധത അവർക്ക് അറിയില്ല. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 500 രൂപയും കടന്ന് മേലേക്ക് പോയിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ അവർക്ക് പെട്രോളിനോ ഡീസലിനോ 1 രൂപ 50 പൈസ അല്ലെ 10 പൈസ കൂടിക്കഴിഞ്ഞാൽ പ്രബുദ്ധത അങ്ങോട്ട് ഉണരും. ആ ഒരു ജനതയോട് നമ്മളിത് ഉറക്കെ പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സാർ. ഇതിന് കേന്ദ്രത്തിന് എന്താണ് സാർ, ഈ സ്റ്റേറ്റിന് മേലെ എന്തെങ്കിലും സമ്മർദ്ദമായിട്ട് അതല്ലെങ്കിൽ അതിശക്തമായിട്ട് നടപടികൾ ഉൾപ്പെടുത്താൻ പറ്റുമോ? കാരണം ഇത് കേന്ദ്രത്തിനും കൂടി ഈ പറയുന്ന രീതിയിൽ ഇത്രയും വലിയൊരു പ്രൊജക്ട് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇവിടെ മാത്രം ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ മേലൊരു ഉത്തരവാദിത്തം അതല്ലെങ്കിൽ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് ഉണ്ടോ ഇതില്? കേന്ദ്ര ഗവൺമെന്റ് ഇതിനൊരു നയമുണ്ട്. ആ നയം സംബന്ധിച്ച് കൃത്യമായ നോട്ട് എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റിനും അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യമായിട്ട് ഇത് സ്മാർട്ട് മീറ്റർ വെക്കൂ. ഈ മീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ
ഓരോ വ്യക്തിയും കൃത്യമായിട്ട് എത്ര യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്, ആ യൂണിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾക്ക് പണം പിരിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ എന്തൊക്കെയാ പിരിക്കുന്നതെന്ന് അറിയോ? മീറ്റർ വാടക, സർവീസ് ചാർജ്, കണക്റ്റഡ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര ലിസ്റ്റാണ്. ഞാൻ ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയും, നിങ്ങൾക്ക് കിട്ടുന്ന ഇലക്ട്രിസിറ്റി ബില്ല് ഒന്ന് വായിച്ചു നോക്കാവോ? അരമണിക്കൂർ വായിക്കാനുണ്ട്. ഈ അരമണിക്കൂർ വായിച്ച വല്ല കുന്തവും മനസ്സിലാകും? ഒരു ചുക്കും മനസ്സിലായ. ഈ ചാർജ് എല്ലാം കൂടെ കൂട്ടിയാണ് ഈ പെരുത്ത ചാർജ് നമ്മുടെ മുഖത്ത് വെച്ച് കെട്ടുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു ഒറ്റ കാര്യം ചെയ്യുക, ഈ ബില്ല് തരാൻ വരുന്നവനെ പിടിച്ചു നിർത്തിയിട്ട് ഇത് എന്നാന്നൊന്ന് പറഞ്ഞു തന്നേച്ച് പോയാൽ മതി എന്ന് പറയും. ഇതല്ലെങ്കിൽ അടുത്ത ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിലോട്ട് കയറി ചെന്നിട്ട് ഇതൊന്ന് മലയാളത്തിൽ പറഞ്ഞു തരാൻ പറയും. തല പൊട്ടിത്തെറിക്കും. ഈ ചോദിക്കുന്നവന്റെ തല പൊട്ടിത്തെറിക്കും. അതുപോലെയുള്ള വിവരക്കേടും വിഡിത്തം എഴുതി വെച്ചിട്ടാണ് കുത്തിന് പിടിച്ച് കാശ് മേടിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ തുടങ്ങണം. ഇത് കേന്ദ്രത്തിന് നിയമം ഇല്ലാഞ്ഞിട്ടല്ല. കേന്ദ്ര നിയമം കൃത്യമായി കേരളത്തിൽ നടപ്പാക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രിസിറ്റി ബില്ല്, ഇന്ന് കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിസിറ്റി ബില്ല് ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു, 4-1 ചുരുക്കും. 1000 രൂപ മാസം അടയ്ക്കുന്നവർ 250 രൂപ അടച്ചാൽ മതി. കേന്ദ്ര നിയമം ഒന്ന് അനുസരിച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ചാർജ് അന്വേഷിക്കും, കർണാടകത്തിലെ ചാർജ് അന്വേഷിക്കും, പഞ്ചാബിലോ ഹരിയാനയിലോ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് അന്വേഷിക്കും. അപ്പൊ മനസ്സിലാവും. അവിടെ വേറൊരു മറുവശവും കൂടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരൊക്കെ വൈദ്യുതി ഉണ്ടാക്കുന്നത് കൽക്കരിക്ക് വിലയുണ്ട്, അതുപോലെ ഡീസലിന് വിലയുണ്ട്, നാഫ്തയ്ക്ക് വിലയുണ്ട്. എല്ലാം വില കൊടുത്ത് മേടിച്ച് ഉള്ള ഇന്ധനം കൊണ്ടാണ് അവരുണ്ടാക്കുന്നത്. ഇത് പച്ചവെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ടും പകൽ കൊള്ള നടത്തുമ്പോൾ കേന്ദ്രത്തിന് നിയമം ഇല്ലാഞ്ഞിട്ടല്ല, കേന്ദ്ര നിയമം ഇവിടെ ഞങ്ങൾ നടപ്പാക്കില്ല. ഇതാണ് കേരള ഗവൺമെന്റിന്റെ നിലപാട്. അപ്പൊ വേണമെങ്കിൽ ബലമായിട്ട് കേന്ദ്രത്തിന് അടിച്ചേൽപ്പിച്ചുകൂടെ? അപ്പോഴത്തേക്കും ഫെഡറൽ സംവിധാനം തകർക്കുന്നു, സംസ്ഥാനത്തിന്റെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നു, കേന്ദ്രത്തിന്റെ ഭീകരത എന്നെല്ലാം പറഞ്ഞിട്ട് സമരം തുടങ്ങുകയല്ലേ. ഈ സമരത്തിനും ഈ പാവപ്പെട്ട മലയാളി ജിന്ദാബാദ് വിളിക്കാൻ പോവല്ലേ? അതാണ് കേരളത്തിന്റെ ശാപം. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഈ പ്രബുദ്ധ മലയാളി സ്വയം വരിച്ചിരിക്കുന്ന ശാപമാണ് ഇതുപോലെയുള്ള അബദ്ധങ്ങൾ. അതൊന്നും മനസ്സിലാക്കി പ്രതികരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മലയാളിയുടെ പ്രശ്നം. ഇത് നമ്മളിപ്പോ ഇലക്ട്രിസിറ്റിയെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. ഇതുപോലെ ഓരോ വിഷയത്തിനെടുത്ത് സംസാരിക്കും. ഇപ്പൊ ഡീസല് കേരളത്തിന് പുറത്തേക്ക് പോകുന്ന KSRTC ബസ്സിനോട് പറഞ്ഞിരിക്കുന്നത് കർണാടകത്തിൽ നിന്ന് അടിച്ചോണം, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് അടിച്ചോണം, അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിൽ നിന്ന് അടിച്ചോണം, മാഹിയിൽ നിന്ന് അടിച്ചോണം. 12 രൂപ 1 ലിറ്ററിന് കുറവാണ്. ഈ 12 രൂപ 1 ലിറ്ററിന് കൂടുതൽ കൊടുത്തിട്ട് ഡീസലും പെട്രോളും മേടിച്ചിട്ട് ഇതേ മലയാളി, ഇതേ പിണറായി വിജയനെ തന്നെ അധികാരത്തിലേറ്റാന്ന് പറഞ്ഞാൽ ഇവനൊക്കെ അനുഭവിക്കട്ടെ എന്നല്ലാതെ പിന്നെ നമ്മൾ എന്താ പറയുക? കാരണം ഇത് അനുഭവിച്ചാലും പഠിക്കുകയല്ലെങ്കിൽ പിന്നെ എന്താ പറയുക? മാന്യപ്രേക്ഷകരെ, ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഈ ഒരു വിഷയം. കാരണം ജയസൂര്യൻ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളുമായിട്ട് വ്യത്യസ്ത എപ്പിസോഡുകളിൽ ഈ വിഷയം തന്നെ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾക്കറിയാം, നമ്മുടെ നാട് കേരളം ഒരു കാലത്തൊക്കെ ഉൽപാദന മേഖലയിൽ 1-ാം സ്ഥാനത്ത് നിന്നിരുന്നൊരു സംസ്ഥാനം തന്നെയാണ്. ഇന്ന് ഉപഭോക്താക്കളായി മാത്രം നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത മേഖലകളിൽ ഈ KSEB, ഈ പറയുന്ന കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കേന്ദ്രം തരുന്ന ഈ സോളാർ പദ്ധതിയിലൂടെയൊക്കെ ഒരുപാട് സബ്സിഡി പോലും തരുന്നുണ്ടെങ്കിൽ പോലും അത് ഉൽപ്പാദിപ്പിക്കാൻ പോലും നമ്മളെ അനുവദിക്കാൻ നമ്മളെ തടവിലിട്ടുകൊണ്ട് വെറും ഒരു ഉപഭോക്താവായി മാത്രം നിന്നാൽ മതി, ഞങ്ങൾ കോടികൾ കട്ടുമുടിച്ച് കമ്മീഷൻ അടിച്ച് അത് നിന്റെ മുതുകത്ത് കെട്ടിവെച്ചുകൊണ്ട് നിന്റെ കുത്തിന് പിടിച്ച് വാങ്ങുമെന്നുള്ള ആ ധാർഷ്ട്യത്തോടെ ഭരിക്കുന്ന ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്ന് മാത്രമായിട്ടുള്ള ഈ KSEB, ഇത് എല്ലാം ഭരിക്കുന്ന പിണറായി വിജയനായാലും ഈ പറയുന്ന CIT എന്ന് പറയുന്ന തൊഴിലാളി യൂണിയനായാലും ഇവരുടെയൊക്കെ അടിമകളായി മാറാൻ മാത്രം വിധിക്കപ്പെട്ട മലയാളി സ്വയം അണിഞ്ഞിരിക്കുന്ന പ്രബുദ്ധൻ എന്നുള്ള പേര് മാറി ചിന്തിച്ചുകൊണ്ട് ഞാൻ പ്രബുദ്ധനല്ല, ഞാൻ വെറും മണ്ടനാണ്, അടിമയാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് നിങ്ങൾക്ക് അതല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റുക തന്നെ ചെയ്യും. അതിനുള്ള ഒരു മാർഗമായി മാത്രമാണ് ഈ ചെറിയൊരു 20-25 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ നിങ്ങളുടെ ആ ചിന്താശേഷിയിലേക്ക് ഇട്ടുകൊണ്ട് തൽക്കാലം ഈ സെഷനോടെ വൈൻഡപ്പ് ചെയ്യാം. സാർ, ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ 10:50 മണിയോടുകൂടിയാണ് സാറിന് വിളിക്കുന്നത്. 11 മണിക്ക് തന്നെ ഇത് ഷെഡ്യൂൾ ചെയ്ത് ഈ ഒരു സമയത്ത് നമ്മുടെ മാന്യ പ്രേക്ഷകരോട് തിരക്കിനിടയിലും ഇത്രയും വിവരം പാസ് ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. മറ്റൊരു സെഷനായിട്ട് വൈകാതെ തന്നെ നമുക്ക് വീണ്ടും വരാം സാർ. അതുവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.